നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ബീച്ചിനടുത്തുള്ള പോക്കറ്റ് റോഡിൽ സച്ചിയുടെ കാറ് കണ്ടെത്തി എന്നുള്ള വാർത്തയാണ് CI രാജമല്ലിക ഇപ്പൊ അർച്ചനെ വിളിച്ചു പറഞ്ഞത്. കേട്ട പാതി കേൾക്കാത്ത പാതി. ഇപ്പൊ ഓടും ഇവിടുന്ന് എല്ലാരും അങ്ങോട്ട്. സാറിന്റെ തോന്നൽ സത്യമാണെന്നില്ല സർ. സർ, നാളെ ഇവളുടെ വിവാഹമാ. ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി ധനുഷിന്റെ കുടുംബക്കാരെ അറിഞ്ഞാ പിന്നെ ചിലപ്പോ ഇത് നടന്നില്ല എന്ന് വരും. അതുകൊണ്ട് ദയവേത് ഇത് ഇത്രയും ഇഷ്യൂ ആക്കരുത്. വിവാഹം മുടക്കലല്ല കേരള പോലീസിന്റെ ജോലി. ഒരാളെ ഒരു വീട്ടിൽ നിന്ന് കാണാതാകുമ്പോ ഞങ്ങൾക്ക് അന്വേഷണം നടത്തേണ്ടി വരും. സച്ചിദാനന്ദനെ കണ്ടെത്തുന്നതിന് നിങ്ങളുടെ സഹകരണം കൂടി ഉണ്ടെങ്കിലേ നടക്കൂ. സർ, സച്ചിദാനന്ദന്റെ ലാസ്റ്റ് ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് ബീച്ച് ലൈറ്റ് ഹൗസിനടുത്താ. ഈ പറയുന്ന ഹോസ്പിറ്റലിന്റെ 4 കിലോമീറ്റർ ചുറ്റളവിൽ സച്ചിദാനന്ദൻ പോയതിന്റെ ടവർ ലൊക്കേഷനും കിട്ടിയിട്ടുണ്ട്. അനിയനെ വിളിച്ചുകൊണ്ടുവരാൻ ഹോസ്പിറ്റലിലേക്ക് പോയ സച്ചിദാനന്ദൻ ഇവിടുന്ന് 4 കിലോമീറ്ററിനപ്പുറത്ത് വെച്ച് തീരുമാനം മാറ്റി ബീച്ചിന്റെ അടുത്തേക്ക് പോയത് എന്തിനാവും? ഹലോ, ആണോ? ശരി ശരി, ബാക്കി കൂടി നോക്കിയിട്ട് തിരികെ വിളിക്ക്. സർ, ഹൈവേ റോഡ് ബ്രിഡ്ജ് കഴിഞ്ഞുള്ള ജംഗ്ഷനിൽ വരെ സച്ചിദാനന്ദന്റെ കാറ് നമ്മുടെ ക്യാമറയിൽ കാണുന്നുണ്ട്. അത് കഴിഞ്ഞുള്ള ഒരു ക്യാമറയിലും കാറ് കാണുന്നില്ല സർ. എനിക്ക് തോന്നുന്നത് പിന്നീട് ക്യാമറ ഉള്ള സ്ഥലങ്ങൾ മനഃപൂർവ്വം ഒഴിവാക്കി കാറ് സഞ്ചരിച്ചു എന്നുള്ളതാ. ഒരു കാര്യം കൂടെ ഉണ്ട് സർ. ജംഗ്ഷനിൽ വന്ന് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ഇടതുവശത്ത് നിർത്തിയിരുന്ന കാർ സിഗ്നൽ വീണപ്പോ വലത്തോട്ടാണ് ടേൺ ചെയ്ത് പോയത്. അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. സച്ചിദാനന്ദൻ അല്ലാതെ മറ്റാരോ കാറിലുണ്ടായിരുന്നു. പക്ഷേ മുഖം വ്യക്തമായി ക്യാമറയിൽ പതിഞ്ഞിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സാർ, അവൻ ഫ്രണ്ട്സിനൊപ്പം വേറെ എവിടെയെങ്കിലും പോയതായിരിക്കും. അവൻ ഈ വിവാഹത്തിനോട് താല്പര്യമില്ലായിരുന്നു. ഇവിടെ ഈ വിവാഹത്തിന്റെ ആഘോഷങ്ങൾക്ക് കാരണം മനഃപൂർവ്വം അവൻ വരാതിരിക്കുന്നതായിരിക്കും. അതാ ഞാൻ പറഞ്ഞത് സച്ചിങ് തിരിച്ചു വരുമെന്ന്. അങ്ങനെ ഫ്രണ്ട്സിനോടൊപ്പം പോയതാണെങ്കിൽ മിനിമം അർച്ചനയോടെങ്കിലും പറയണമായിരുന്നു. ഇനി അഥവാ ഫോൺ ഓഫായി പോയതാണെങ്കിൽ കൂടെയുള്ള ആരുടെയെങ്കിലും ഫോണിൽ നിന്ന് കോൾ ചെയ്യാമായിരുന്നല്ലോ. അർച്ചന പറഞ്ഞിടത്തോളം എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ പറയുന്നത്. അനിയത്തിയുടെ വിവാഹമായതുകൊണ്ട് നേരത്തെ വരുമെന്ന് അർച്ചനയ്ക്ക് വാക്ക് കൊടുത്തിട്ട് പോയ സാഹചര്യത്തിൽ ഒരു കാര്യം ഉറപ്പ്, സച്ചിദാനന്ദനെ ആരോ ട്രാപ്പ് ചെയ്തിട്ടുണ്ട്. അനിയത്തിയുടെ വിവാഹമാണെന്നറിഞ്ഞ് ഇന്ന് ബലമായി പിടിച്ചു വെച്ചാൽ ചോദിക്കുന്ന പണം കിട്ടുമെന്നറിയാവുന്ന ഏതോ ഒരു ഗ്യാങ്. അങ്ങനെയായിരുന്നെങ്കിൽ ഇതിനോടകം പണത്തിന് വേണ്ടിയുള്ളൊരു കോള് വന്നേനെ. അപ്പോ അതല്ല, മറ്റെന്തോ ആണ്. സർ, എന്റെ മോനെ എത്രയും വേഗം കണ്ടുപിടിച്ചു തരണം. നാളെ എന്റെ മകളുടെ വിവാഹം. ഇപ്പോഴും അവനെ ആരെങ്കിലും പിടിച്ചോണ്ട് പോയിന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അവൻ തിരിച്ചു വരും തന്നെയാ ഞാൻ കരുതുന്നത്. അത് എത്രയും വേഗമായാൽ അത്രയും നല്ലത്.
ഇനി സാറ് പറഞ്ഞ പോലെ പണത്തിന് വേണ്ടിയാണെങ്കിൽ എത്രയാന്ന് വെച്ചാൽ അതും കൊടുക്കാം. എന്റെ മോനെ രക്ഷിക്കണം. സാർ ഒന്നുകൂടെ ടെൻഷൻ ആവണ്ട. ഞങ്ങളൊക്കെ ഇല്ലേ, നാളെ ഈ സമയത്തിനുള്ളിൽ സച്ചിദാനന്ദനെ കണ്ടെത്താൻ സാധിക്കും. ഇത്രയും ക്യാമറകളുടെ കണ്ണു വെട്ടിച്ചൊന്നും ഈ സിറ്റിയിൽ നിന്നും അധിക ദൂരം പോകാൻ സാധ്യതയില്ല. സാറും അർച്ചനയൊക്കെ ധൈര്യമായിട്ടിരിക്കുക. ഞങ്ങൾ എന്തായാലും ഒന്ന് അന്വേഷിക്കട്ടെ. സച്ചി സാർ ഇന്നോ നാളെയോ വരും. ACP സാർ മിടുക്കനാ. അവർ സാറിനെ കണ്ടുപിടിക്കും. പിന്നെ ഞാനിപ്പോ അവന്തിക മാഡത്തിന്റെ കൂടെ ഇങ്ങോട്ട് വന്നത് മറ്റൊരു കാര്യം കൂടി പറയാനാ. ഈ സാഹചര്യത്തില് എന്റെ സ്നേഹയുടെയും വിവാഹം നീട്ടിവെക്കണമെന്ന് ഞാൻ നന്ദൻ സാറിനോട് പറഞ്ഞു. പക്ഷെ സാറ് കേൾക്കുന്നില്ല. സച്ചി സാർ തിരികെ വരുമെന്നും അത് ഉറപ്പായതുകൊണ്ട് വിവാഹം മാറ്റേണ്ട കാര്യമില്ലെന്നൊക്കെയാ നന്ദൻ സാർ പറയുന്നത്. ഇതിലിപ്പോ എനിക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല മാഡം. സച്ചി സാറ് കൂടി എന്റെ വിവാഹത്തിന് വേണമെന്ന് എനിക്കും എന്നെപ്പോലെ തന്നെ സ്നേഹിക്കും ആഗ്രഹമുണ്ട്. സാറ് വരുന്നതുവരെ കാത്തിരിക്കാൻ ഇവിടെ മറ്റാരും തയ്യാറാവുന്നില്ല. സാറ് വിവാഹത്തിന് തൊട്ടു മുൻപെങ്കിലും തിരിച്ചു വരുന്നുള്ള വിശ്വാസത്തിലാണ് എല്ലാവരോടൊപ്പം ഞങ്ങളും. അവന്തിക മാഡം പറഞ്ഞ പോലെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന സച്ചി സാറിന്റെ ഒപ്പം തന്നെ ഉണ്ട്. ഹലോ മാഡം. അർച്ചന, സച്ചിയുടെ കാറ് കിട്ടിയിട്ടുണ്ട്. ബീച്ച് റോഡിലെ ഹൈവേയിലാ കാറുള്ളത്. സച്ചേട്ടൻ? സച്ചിദാനന്ദൻ കാറിലോ പരിസരത്തോ ഇല്ല. ഫോൺ കാറിൽ തന്നെയുണ്ട്. ഞാനിപ്പോ തന്നെ അങ്ങോട്ട് വരാം മാഡം. ഏട്ടത്തി, ബീച്ചിനടുത്തുള്ള പോക്കറ്റ് റോഡിൽ സച്ചിയുടെ കാറ് കണ്ടെത്തി എന്നുള്ള വാർത്തയാണ് CI രാജമല്ലിക ഇപ്പൊ അർച്ചനെ വിളിച്ചു പറഞ്ഞത്. കേട്ട പാതി കേൾക്കാത്ത പാതി. ഇപ്പൊ ഓടും ഇവിടുന്ന് എല്ലാരും അങ്ങോട്ട്. നമുക്കും അതുവരെ പോകാം. അല്ലെങ്കിൽ അവർക്ക് എന്ത് തോന്നും? അവർക്ക് എന്ത് തോന്നിയാലും ഞാൻ വരുന്നില്ല. ഈ ശോകൻ റിയാക്ഷൻ ഇട്ട് ഇപ്പൊ തന്നെ വയ്യാണ്ടായി. അതിന്റെ ഇടയിൽ നീ അവിടെ ചെന്നും കൂടെ റിയാക്ഷൻ ഇടാൻ ഞാനില്ല. അതുകൊണ്ട് നീ പോയിട്ട് വാ. ഞാൻ എന്തെങ്കിലും കാരണം പറഞ്ഞോളാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.